ഞാനൊരു ചാലഞ്ച് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതും നമ്മുടെ മുട്ടയുടെ വെള്ള വെച്ചിട്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എഗ് വിസ്കിങ് ചാലഞ്ചാണ്. നമ്മുടെ മാസ്റ്റർ ഷെഫ് ഒക്കെ ഇല്ലേ, മാസ്റ്റർ ഷെഫ്. അപ്പോൾ ആ പരിപാടിയിലാണ് ഞാൻ ആദ്യമായിട്ട് ഇത് കണ്ടത്. അതായത് നമ്മുടെ ഹാൻഡ് മിക്സർ വെച്ച് എഗ്ഗ് ബീറ്റ് ചെയ്ത് അത് നല്ലൊരു വൈറ്റ് ആൻഡ് ഫ്ലഫി ഫോം ആക്കണം. അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അത് കൈ കൊണ്ട് ബീറ്റ് ചെയ്തിട്ട് ആ ബീറ്റ് ചെയ്ത പാത്രം തലയ്ക്ക് മുകളിൽ പിടിക്കും. അപ്പോൾ എന്താണ്ടാവുക വെച്ചാൽ അതിൻ്റെ ആ ബീറ്റ് ചെയ്ത് അത് അത്രയും തിക്കായാൽ മാത്രമേ അതങ്ങനെ പിടിക്കാൻ പാടുള്ളൂ. അതായിരുന്നു ചാലഞ്ച് ആക്ച്വലി. സോ ഞാനിവിടെ മുട്ട 3 എടുത്തിട്ടുണ്ടായിരുന്നു. മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടാണ് കാണിക്കാൻ പോകുന്നത്. കാരണം ഞാനതൊരു ചാലഞ്ചായിട്ടാണ് ആക്ച്വലി എടുത്തിട്ടുണ്ടായിരുന്നത്. സോ അതിനായിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു പാത്രം വേണം. അപ്പോൾ ഞാനിവിടെ ക്ലീൻ ആയിട്ടുള്ള പാത്രം, അതിൽ ഓയിലി സ്ട്രക്ചറൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അതേപോലെ മുട്ടയുടെ മഞ്ഞയും തൊണ്ടോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇവിടെ ആക്ച്വലി നമ്മൾ മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്ത് അതിൻ്റെ പ്രോട്ടീൻ സ്ട്രക്ചറിനെ ബീറ്റ് ചെയ്ത് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യണേ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എഗ് വൈറ്റ്സ് ഒരു 10 മിനിറ്റ് ചാലഞ്ചാണ് ഞാൻ ആക്ച്വലി മാസ്റ്റർ ഷെഫ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നത് പണ്ട്. സോ അപ്പോൾ തൊട്ട് ഞാൻ ആലോചിക്കുന്നതാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പക്ഷേ അന്ന് എൻ്റെ കയ്യിൽ ഈ പറഞ്ഞ എഗ് ബീറ്റർ ഹാൻഡ് ബീറ്ററോ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ഇപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ അപ്പോൾ എന്തായാലും വാങ്ങിച്ചതല്ലേ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഇത് വെച്ച് നല്ലപോലെ ബീറ്റ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സോ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, കണ്ടോ, ആ ആക്ച്വലി അത് ലൈറ്റ് വൈറ്റ് കളർ ഉണ്ടായിരുന്നത് ചെറിയ ക്രീമി സ്ട്രക്ചർ, അതായത് പത പോലെ വന്നു തുടങ്ങിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുക. എനിക്ക് നല്ലപോലെ കൈ വേദനിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ചാലഞ്ച് ടൈം ഞാൻ തന്നെ എനിക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് 10 മിനിറ്റ് ആയിരുന്നു. ഈ എഗ്ഗ് വിസ്ക് ചെയ്യണ ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വലി നമ്മൾ എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുട്ടയുടെ വെള്ള നല്ല പോലെ ആ എഗ് ഹാൻഡ് ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടാണ് ആ എഗ്ഗ് തിക്കായിട്ടുള്ള ഫോമി സ്ട്രക്ചറിലേക്ക് വന്നത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അത് കണ്ടോ, അത്യാവശ്യം ആ ഒരു ക്രീമി ടെക്സ്ചർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ചുമ്മാ ആ വീഡിയോ കണ്ടു എന്നുള്ള കാരണം കൊണ്ടാണ് കേട്ടോ ഞാനിത് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. ആക്ച്വലി ഞാൻ ഈ വീഡിയോയിൽ ഒരു 2 സെക്കൻഡൊക്കെ നിർത്തിയിട്ടാണ് ചെയ്യണത്. കാരണം എൻ്റെ കൈ നല്ലപോലെ വേദനിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഇതുവരെ ഞാനിത് ചെയ്ത് പ്രാക്ടീസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രം ഞാനിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചതാണ്. നിങ്ങൾക്കും ആക്ച്വലി ഈ ചാലഞ്ച് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ പറഞ്ഞു തരാം ഈ ബീറ്റ് ചെയ്ത്, അതായത് വിസ്ക് ചെയ്ത എഗ്ഗ് വെച്ചിട്ട് ബാക്കി എന്താ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഈ വിസ്ക് ചെയ്ത എഗ്ഗ് വെച്ച് ഞാൻ എന്താണ് ആക്ച്വലി ഉണ്ടാക്കാൻ പോണേ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ആക്ച്വലി കമൻറ്റ് ചെയ്യാം. എന്തായാലും ഞാൻ ആക്ച്വലി ഒരു റെസിപ്പി ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഈ എഗ്ഗ് വിസ്ക് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. എനിക്കിപ്പോൾ നല്ല തിക്കായിട്ടുള്ള വൈറ്റ് ഫോമി സ്ട്രക്ചർ കിട്ടി. പക്ഷേ ഇതല്ല വേണ്ടത്. ഈ പാത്രം ഞാൻ തലതിരിച്ച് പിടിച്ചാൽ ആ ഒരു തരി പോലും താഴെ വീഴാൻ പാടില്ല. ആ ഒരു കണ്ടീഷനാണ് എനിക്ക് ആക്ച്വലി വേണ്ടത്. അതാണ് നമ്മുടെ മാസ്റ്റർ ഷെഫ് ചാലഞ്ച് ഉള്ളത്. അപ്പോൾ അതേ ഏകദേശം
ഞാൻ അതാ കാണിച്ചു തരാം. എനിക്ക് വേണ്ട ഫോമിലേക്കായി. കണ്ടോ, നല്ല തിക്കായിട്ടുള്ള നല്ല ക്രീമി തിക്ക് സ്ട്രക്ചറായി. ആ എഗ് വൈറ്റ്സ് ആണ് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അത്രയും ഒരു ക്രീമി സ്ട്രക്ചറായി. കണ്ടോ, അതിലൊരു തരി പോലും ഇങ്ങനെ വീഴുന്നില്ല. സോ ഞാൻ എന്താ നല്ല ലാസ്റ്റ് സ്റ്റേജസ് എനിക്കിതാ ഏകദേശം 10 മിനിറ്റ് കഴിയാൻ പോകുന്നുള്ളൂ ഞാനിത് വിസ്ക് ചെയ്തിട്ട്. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയായി. കാരണം ഒരു ചലഞ്ച് ഏറ്റെടുത്തിട്ട് അത് എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരുപാട് ഹാപ്പി. കാരണം അന്ന് ഞാൻ വീഡിയോ കണ്ടപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണേ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ബട്ട് ഐ എം സോ ഹാപ്പി. അപ്പം ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുത്ത കറക്റ്റ് ടൈം 10 മിനിറ്റ്സ് 7 സെക്കൻഡ്സ് ആണ്. അത് എഗ് വൈറ്റ്സും യെല്ലോവും ഞാൻ മാറ്റി സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്. സോ ടോട്ടൽ ഞാനെടുത്ത സമയം 10 മിനിറ്റ് 7 സെക്കൻഡ് ആയിരുന്നു. അങ്ങനെ ഇതേ എനിക്ക് നല്ല ക്രീമി സ്ട്രക്ചർ, ഫോമി സ്ട്രക്ചർ തിക്കായിട്ടുള്ളതുണ്ട്. പാത്രമൊന്നും തിരിച്ചതേ വീഴണില്ല. സോ അവർ പറഞ്ഞിരുന്നത് യു ഹാവ് ടു വിസ്ക് ദ എഗ് ആൻഡ് പ്ലേസ് ദ വെസൽ ഓവർ യുവർ ഹെഡ് സോ ദാറ്റ് അത് താഴെ വീഴില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ ഞാൻ ഈ ചലഞ്ച് വിൻ ചെയ്തു. ഇനി ഈ എഗ് വിസ്ക് ചെയ്ത് എഗ് വെച്ച് ഞാൻ വേറെ റെസിപ്പി കാണിക്കാം. അത് നെക്സ്റ്റ് വീഡിയോയിലാണ്.